ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിത്യവിസ്മയമായ നമ്മുടെ പപ്പുമോനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ കുറെ കാലമായി ഒരു ഭയങ്കര കണ്ടുപിടുത്തത്തിന്റെ പിന്നാലെയാണ്. അത് മറ്റൊന്നുമല്ല, EVM മന്ത്രവാദം. മോദി ഒരു ബട്ടൺ ഞെക്കിയാൽ വോട്ടെല്ലാം താമരയിലേക്ക് പറന്നു പോകുമെന്നാണ് പുള്ളി വിശ്വസിക്കുന്നത്. ലോകത്തിലെ സകല ടെക്നോളജി വിദഗ്ധരും തല പുകച്ചിട്ടും കിട്ടാത്ത ആ രഹസ്യം നമ്മൾ രാഹുൽ കണ്ടുപിടിച്ചു. കർണാടകയിലെ സ്വന്തം കോൺഗ്രസ് സർക്കാർ തന്നെ ഇപ്പോൾ രാഹുലിന്റെ മുഖത്ത് നോക്കി ഒരു കൊട്ടു കൊടുത്തിരിക്കുകയാണ്. പാവം പപ്പുമോൻ, സ്വന്തം പാർട്ടിക്കാർ തന്നെ പുള്ളിക്ക് ഇങ്ങനെ ഒരു പാര വെക്കുമെന്ന് കരുതി കാണില്ല. സംഭവം ഇതാണ്: കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരു വലിയ സർവേ നടത്തി. വികസനം വലുതും നടക്കുന്നുണ്ടോ എന്നറിയാനാണോ? അല്ല, ജനങ്ങൾക്ക് ഈ EVMൽ നല്ല വിശ്വാസമുണ്ടോ എന്ന് നോക്കാൻ. പാവം സിദ്ധരാമയ്യയും DKയും വിചാരിച്ചു കാണും കർണാടകയിലെ ജനങ്ങൾ മുഴുവൻ രാഹുൽജി പറയുന്നത് കേട്ട് EVMനെ തെറി പറയുമെന്ന്. എന്നിട്ട് ആ റിപ്പോർട്ട് വിമാനത്തിൽ കൊണ്ടുപോയി ഡൽഹിയിൽ രാഹുലിന് കൊടുക്കാമെന്ന് കരുതി കാണും. പക്ഷെ ജനങ്ങൾ കൊടുത്തത് 8ന്റെ പണിയല്ല, അതിനും വലിയ പണിയാണ്. 83.61% പേർ അവർ പറയുകയാണ് EVM പുലിയാണ്, വിശ്വസ്തനാണെന്ന്. പപ്പുമോൻ ഡൽഹിയിൽ ഇരുന്ന് വോട്ട് ചോരി എന്ന് നിലവിളിക്കുമ്പോൾ സ്വന്തം പാർട്ടി ഭരിക്കുന്ന നാട്ടുകാർ പറയുകയാണ്, ചോരുന്നത് വോട്ടല്ല മോനെ, നിന്റെ ഗ്ലാമറാണ്. കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചു കാണും ജനങ്ങളെല്ലാം ചേർന്ന് മെഷീനെ ചീത്ത പറയുമെന്ന്. എന്നിട്ട് അത് പൊക്കിപ്പിടിച്ച് രാഹുലിന് ഡൽഹിയിൽ പോയി വലിയ വർത്തമാനം പറയാമെന്ന്. പക്ഷെ സംഭവിച്ചത് എന്താ? 100ൽ 84 പേരും പറയുകയാണ് ഈ മെഷീൻ സൂപ്പറാ, ഇതിലൊരു കുഴപ്പവുമില്ലാമെന്ന്. പപ്പുമോൻ ഡൽഹിയിൽ ഇരുന്ന് വോട്ട് മോഷ്ടിക്കുന്നു എന്ന് നിലവിളിക്കുമ്പോൾ സ്വന്തം പാർട്ടി ഭരിക്കുന്ന നാട്ടുകാർ പറയുകയാണ്, രാഹുലെ മെഷീൻ അല്ല, നിന്റെ വിചാരമാണ് തെറ്റ്. രാഹുലിന്റെ ഒരു രീതി നോക്കണേ, തെലങ്കാനയിലും കർണാടകയിലും ജയിക്കുമ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ പാവമാണ്, ഒരു കുഴപ്പവുമില്ല. അവിടെ EVM കറക്റ്റ് ആണ്. പക്ഷെ തോൽക്കുന്ന സ്ഥലത്ത് മാത്രം മെഷീൻ കള്ളനാണത്രേ. ഈ തമാശ കേട്ട് ജനങ്ങൾ ചിരിക്കാതെ എന്ത് ചെയ്യും? ഇപ്പോൾ കർണാടകയിലെ സ്വന്തം ജനങ്ങൾ തന്നെ പറയുന്നു മെഷീൻ കറക്റ്റ് ആണെന്ന്. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് ജയിച്ചത് വോട്ട് മോഷ്ടിച്ചാണോ പപ്പുമോനെ? സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയാതെയാണ് പുള്ളി ഈ മെഷീനെ കുറ്റം പറയുന്നത്. എന്തായാലും BJPക്കാർക്ക് ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. കാരണം എന്താ? അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇപ്പോൾ രാഹുലിനെ നാറ്റിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നത് കോൺഗ്രസ് സർക്കാരുമാണ്. രാഹുൽ വെറുതെ നുണ പറയുകയാണെന്ന് BJP നേതാക്കൾ അന്നേ പറഞ്ഞതാണ്. പാവം രാഹുൽ, ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ആ കള്ളക്കഥ സ്വന്തം മുഖ്യമന്ത്രി തന്നെ ഒരൊറ്റ റിപ്പോർട്ട് കൊണ്ട് പൊളിച്ചു കയ്യിൽ കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ വോട്ടിംഗ് മെഷീൻ എടുത്തു കളയാൻ നടന്ന പപ്പുമോൻ ഇപ്പോൾ ഈ റിപ്പോർട്ട് കണ്ട് എങ്ങോട്ട് മുഖം തിരിക്കുമെന്നതാണ് ചോദ്യം. ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് ഈ ഫലം തെളിയിക്കുകയാണ്. തോൽക്കുമ്പോൾ മെഷീനെ കുറ്റം പറയുന്ന ഈ പരിപാടി നിർത്തിയിട്ട് വല്ല പണിയും എടുത്ത് ജയിക്കാൻ നോക്കുന്നതായിരിക്കും പപ്പുമോൻ നല്ലത്. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഇരിക്കാൻ ഒരു സീറ്റ് പോലും ബാക്കിയുണ്ടാവില്ല. മറ്റൊരു കാര്യം നോക്കൂ, ഈ വിഷയം പപ്പുമോൻ ഇന്ത്യയിൽ മാത്രം പറഞ്ഞാൽ പോരാ. പുള്ളി അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി അവിടുത്തെ സായിപ്പന്മാരോട് പറയും, ഇന്ത്യയിലെ EVM ഒരു ബ്ലാക്ക് ബോക്സ് ആണ്, അതിൽ ആർക്കും നോക്കാൻ പറ്റില്ല. പാവം സായിപ്പന്മാർ ഇത് കേട്ട് അന്തം വിട്ടിരിക്കും. പക്ഷെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഈ മെഷീനിൽ ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ടെന്നാണ്. പപ്പുമോനെ, അങ്ങ് ലണ്ടനിലും പാരീസിലും നടന്ന് തള്ളുന്ന ഈ തള്ളൊന്നും ഇങ്ങ് കുഗ്രാമങ്ങളിൽ ചെലവാകില്ല. അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പണി നോക്കിയാണ്, അല്ലാതെ മെഷീൻ നോക്കിയല്ല. ഇലക്ഷനിൽ ജയിക്കാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പണിയെടുക്കണം പപ്പുമോനെ, അല്ലാതെ മെഷീനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കിലോമീറ്ററുകളോളം പദയാത്ര നടത്തിയെന്ന് തള്ളുന്നതല്ലാതെ ഒരു ചെറിയ സർവേ റിപ്പോർട്ട് പോലും വായിച്ചു നോക്കാൻ ഈ പപ്പുവിന് വിവരമില്ല. കിലോമീറ്ററുകളോളം പദയാത്ര നടത്തിയെന്ന് തള്ളുന്നതല്ലാതെ ഒരു ചെറിയ സർവേ റിപ്പോർട്ട് പോലും വായിച്ചു നോക്കാൻ ഈ പപ്പുവിന് വിവരമില്ലേ? കർണാടകയിലെ സ്വന്തം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോലും പപ്പുവിനെ കളിയാക്കുന്ന നിലയ്ക്കായി കാര്യങ്ങൾ. വോട്ട് മോഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു നടന്ന പപ്പുവിന്റെ വോട്ടല്ല, വകതിരിവാണ് ചോരുന്നതെന്ന് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി. വയനാട്ടിൽ വോട്ട് വാരിക്കൂട്ടിയപ്പോൾ EVM പാവമായിരുന്നു. അന്ന് മെഷീൻ വോട്ട് മോഷ്ടിച്ചില്ലേ? അതോ അവിടെ മാത്രം മെഷീൻ പപ്പുവിനെ സ്നേഹിച്ചതാണോ? സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തു പറയുന്ന ഈ ഇരട്ടത്താപ്പ് എന്തായാലും ജനങ്ങൾ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക തരം ജാഥകൾ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. വെയിലത്ത് കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് EVM മെഷീൻ വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞു നടന്ന കുറെ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം EVMനെതിരെ ജാഥ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പടയാളികൾ വിയർപ്പൊഴുക്കി. ഡൽഹിയിൽ വരെ ധർണയിരുന്നു. എന്തിനാണെന്നോ? ഈ മെഷീൻ വലിയ ചതിയനാണെന്ന് സ്ഥാപിക്കാൻ. പക്ഷെ പാവം അണികൾ അതറിഞ്ഞില്ല. ഇവർ ഇവിടെ വെയിലും കൊള്ളുമ്പോൾ അവരുടെ കർണാടകയിലെ സ്വന്തം നേതാക്കൾ EVMന് സല്യൂട്ട് അടിക്കുകയായിരുന്നു എന്ന്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനം നടത്തി പറയും, ഈ മെഷീനിൽ കള്ളത്തരമുണ്ടെന്ന്.
ഇതും കേട്ട് പാവം പ്രവർത്തകർ കവലകൾ തോറും തോരണം കെട്ടി സമരം ചെയ്തു. പക്ഷെ ഇപ്പോൾ കർണാടകയിലെ റിപ്പോർട്ട് വന്നപ്പോൾ ഈ ജാഥ നടത്തിയവരൊക്കെ എവിടെ പോയി? കർണാടകയിലെ 84% ജനങ്ങളും പറയുകയാണ് EVM സൂപ്പറായെന്ന്. അപ്പോൾ ഈ ജാഥ നടത്തിയവർ ഇത്രയും കാലം പറഞ്ഞതൊക്കെ വെറും തള്ളായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് തലയ്ക്ക് വെളിവില്ലാതെ ഓരോ മണ്ടത്തരം കാണിച്ചു കൂട്ടുകയാണ്. രാഹുൽ ലോകം മൊത്തം നടന്നു പറയുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന്. കാരണം EVM ഉണ്ടെന്ന്. എന്നിട്ട് ഈ മെഷീനെ ചീത്ത വിളിക്കാൻ രാജ്യത്തിന്റെ പല ഭാഗത്തും ജാഥ നടത്താൻ ഉത്തരവിട്ടു. കഷ്ടപ്പെട്ട് ജാഥ നടത്തിയവർക്ക് ഇപ്പോൾ എന്ത് കിട്ടി? സ്വന്തം പാർട്ടിക്കാര് തന്നെ പറയുകയാണ് EVM-നെ വിശ്വസിക്കാമെന്ന്. പപ്പുമോനെ, സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും അങ്ങേ വിശ്വാസമില്ലാതായോ? പപ്പുമോനെ, സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും അങ്ങേ വിശ്വാസമില്ലാതായോ? അതോ അങ്ങ് ഈ നടത്തുന്ന ജാഥകളൊക്കെ ജനങ്ങളെ വെറുതെ വട്ടം ചുറ്റിക്കാനാണോ? ഇന്ത്യയുടെ പല ഭാഗത്തും കിലോമീറ്ററുകളോളം നടന്ന് EVM തുലയട്ടെ എന്ന് വിളിച്ച പാവം കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖമൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് EVM ചതിയനാണെന്നും പറഞ്ഞ് സമരം ചെയ്യുന്നു, മറുവശത്ത് അതേ EVM വഴി ജയിച്ചു കിട്ടിയ MLA സ്ഥാനത്ത് നിന്ന് വോട്ടിംഗ് മെഷീൻ നല്ലതാണെന്ന് സർക്കാർ റിപ്പോർട്ട് ഇറക്കുന്നു. ഇതിനെയാണോ കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത്? രാഹുൽ പറയുന്നതിന് നേരെ വിപരീതമായിട്ടാണോ കർണാടക സർക്കാർ ഓടുന്നത്? അതോ എല്ലാവരും കൂടി പപ്പുവിനെ പറ്റിക്കുകയാണോ? എന്തായാലും ഈ റിപ്പോർട്ട് വന്നതോടെ ജാഥയും പ്രസംഗവും ഒക്കെ നനഞ്ഞ പടക്കം പോലെയായി. വെറുതെ വെയിലും കൊണ്ട് കരിഞ്ഞത് മാത്രം മിച്ചം. വോട്ട് കിട്ടാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ വോട്ടിംഗ് മെഷീനെ തല്ലാൻ നടന്നാൽ ഇതുപോലെ ഇനിയും നാണം കെടേണ്ടി വരും. പപ്പുമോൻ ഇനി അടുത്ത ജാഥ എന്തിനാണെന്ന് ആലോചിച്ചിരിക്കുകയാവും. വോട്ടിംഗ് മെഷീന് പകരം വോട്ട് പെട്ടി തിരിച്ചു വരണമെന്ന് പണ്ട് പറഞ്ഞവർ ഇപ്പോൾ കർണാടകയിലെ റിപ്പോർട്ട് കണ്ട് ഒന്ന് വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ആർക്കും പരാതിയില്ലല്ലോ. വോട്ട് പെട്ടി 4 മടക്കി കളയാൻ നടന്ന പപ്പുമോന്റെ കയ്യിൽ സ്വന്തം സിദ്ധരാമയ്യ ഒരു അസൽ സർവേ റിപ്പോർട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ലണ്ടനിലെ സായിപ്പിനെ കണ്ട് ഇന്ത്യയിലെ മെഷീൻ ചീത്തയാണെന്ന് പറഞ്ഞ പപ്പുവിന് സ്വന്തം നാട്ടിലെ ജനം കൊടുത്തത് തകർപ്പൻ പണിയാണ്. വോട്ടല്ല മോനെ ചോരുന്നത്, അങ്ങയുടെ വകതിരിവാണ് ഇപ്പോൾ പാളങ്ങളിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വന്തം ടീം തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.